ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോവാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോഴെന്തിനാ ഷോപ്പിങ്ങിന് വന്നേ? നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ചെറിയ ഫംഗ്ഷൻ അല്ല, വലിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മളെ ഫാമിലിയിൽ. വലിയ ഫംഗ്ഷനാണ്, അത് നമ്മൾ ചെറിയ രീതിയിൽ നടത്തുന്നോള്. അപ്പം ആ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബ്രദർ, നമ്മുടെ അച്ചുവണ്ണന്റെ കല്യാണമാണ് ഓഗസ്റ്റ് 22-ന്. അപ്പം അതിനായിട്ടുള്ള ഡ്രസ്സിന്റെ ഷോപ്പിങ്ങും പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓഗസ്റ്റ് 3-ആയി. സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ഡ്രസ്സ് കുറച്ച് എടുക്കാനുണ്ട്. അങ്ങനെ എല്ലാവർക്കും എടുക്കാനുണ്ട്. അപ്പം പിന്നെ അതുകൊണ്ട് സമയം കിട്ടുന്നില്ല. അച്ചോണ്ണൻ തന്നെ സാറായോണ്ട് സ്കൂളിലൊക്കെ പോണം, അതുകൊണ്ട് അച്ചോണ്ണനെയും കിട്ടുന്നില്ല. ഇന്ന് ശനി ആയതുകൊണ്ട് നമ്മളെല്ലാരും ഇറങ്ങി ഡ്രസ്സ് നോക്കാൻ. അതാണ് വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളുടെ കൂടെ മീനാക്ഷി ഉണ്ട്. നമ്മളെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് അവള് ഡ്രസ്സ് മാറിയില്ല, ഞാൻ ഡ്രസ്സ് മാറി. അല്ലെങ്കിൽ മീനാക്ഷി അങ്ങനെ മടിച്ച് നോക്കേ, ചന്ദനം പോലും മായിച്ചില്ല. നമുക്ക് പോവാം. ഇല്ല, കിച്ചു കാണത്തില്ല. കൊച്ചുമോളെ ഒന്ന് വിളിച്ചേ മോളെ. റോഡ് മൊത്തം ഇത്ര നേരം കൊണ്ട് എന്തോ നമ്മൾ എവിടം തൊട്ടാ നമ്മളിങ്ങനെ കരിക്കോടല്ല, മൂന്നാം കുറ്റി തൊട്ട് നമുക്ക് നേരന്ന് കിടക്കുക കാറ് വണ്ടിയെല്ലാം. ഈ കല്ലുത്താനം കഴിഞ്ഞ വലിയ ബ്ലോഗ് കാണത്തില്ല. ശരി ശരി മാഡം, ഓക്കെ. അങ്ങനെ നമ്മൾ ഭീമയിലോട്ട് വന്ന് അമ്മുക്കുട്ടിക്ക് മൂക്ക് കുത്താൻ. അമ്മുക്കുട്ടി ഇതുവരെ എത്തിയില്ല, ഞങ്ങളെത്തി. ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. മീനാക്ഷി കഴിക്കുന്നത് ഞാൻ അവളെ കുറിച്ച് എന്താ പറയുവാന്ന്, അതുകൊണ്ട് അവളെ മുഖം നോക്ക് കാണിക്കുന്ന നോക്ക്. എന്റെ പൊന്നെ, മീനാക്ഷി എന്നെ വിളിക്കുന്ന കേട്ടോ. ഞാൻ ചെല്ലാത്തതിനും മുഖം മോന്ത കാണിക്കുന്ന അവള്. മോന്ത. അതെന്റെ സൗണ്ട് അല്ലേ ഗായ്സ്? ഹലോ ഗായ്സ്, അതെന്റെ സൗണ്ടാണ് ഗായ്സ്. അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ഇട്ട വീഡിയോ അമ്മ 3-4 വട്ടം കാണും. അല്ല, ഇപ്പൊ കണ്ടാ പിന്നെ ഒന്നുകൂടെ കാണും, പിന്നെ നാളെ രാത്രി കാണും, ഇന്ന് രാത്രി കാണും. അങ്ങനെ എന്റെ അമ്മയ്ക്ക് ചെറിയ സ്വഭാവമുണ്ട്. അപ്പൊ അതാണ്ട് മീനാക്ഷിയെ കുറിച്ച് നമ്മൾ പറഞ്ഞെല്ലാം നിങ്ങൾ കേട്ട് കാണുമല്ലോ വണ്ടി ഇരുന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു, അതോ നീ വീഡിയോ ഇടുന്ന കണ്ടാതെ പറയുന്ന എല്ലാം ഫേക്കാ. നമ്മളിവിടെ എന്തോത്തിന് ആരെ വെയിറ്റ് ചെയ്യുക? കൈ പിടിക്കാൻ കിട്ടിയില്ല, അവള് എന്റെ പാവാടയെ പിടിച്ചോണ്ട് പോകുന്നു ക്രോസ് ചെയ്യാൻ. ഇതോ വന്നിറങ്ങിയിട്ടുണ്ട് ഐറ്റംസ്. ഇവിടെ പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ക്രോസ് ചെയ്യാൻ മതി. ക്രോസ് ചെയ്ത് വീട്. എന്തിനാ എന്റെ ചേച്ചിയെ ഉമ്മ കൊടുക്കാത്ത? ഭീമയില് വന്ന് ഭീമയിൽ അമ്മൂനെ മൂക്കുത്തിക്കാനാ വന്ന. അമ്മുക്കുട്ടി പേടിയുണ്ടോ? കുത്തി തോളയ്ക്ക് നിന്റെ മൂക്കിന്ന്. നമുക്ക് കാണാം. അത് കയ്യിരിപ്പിന്റെയാ. മരവിപ്പിക്കാനുള്ള സ്പ്രേ അടിച്ച് നോക്കി. വേദന എടുക്കും അമ്മുകുട്ടിക്ക്. കരയുന്നേ. നമുക്ക് നോക്കാം കരയുമല്ലേ. ഇവിടെ മൊത്തം സിൽവർ ഐറ്റംസാ. സെക്കൻഡ് ഫ്ലോർ മൊത്തം വലിയ. എനിക്ക് അമ്മ കരയുന്ന. ഞാൻ കരയത്തില്ല, ഞാൻ ഇതുവരെ മൂക്കുത്തിട്ട് കരഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. ഞാൻ സ്ട്രോങ് ആണ്.
സ്റ്റിച്ച് വല്ലതും വേണ്ടോ? ഇല്ല, മുറിവ് നല്ലതാണ്. ഒരു ആക്സിഡന്റ് വന്നത് മൂക്കുത്തിയേ മാംസം പറഞ്ഞ് ഇനി വെളിയിൽ പോയതാ. നോക്കട്ടെ. പക്ഷെ ആ മുറിവിന്റെ ഒരു കട്ടി ഉണ്ടെന്ന് പറഞ്ഞു. മാംസത്തോടെ പറഞ്ഞു അടിയുന്നു. പിന്നെന്ത് നിങ്ങൾ ചർച്ച ചെയ്ത് ഇവിടെ നിന്നെ നിന്റെ മുളോടി കാണുമ്പോഴേ മനസ്സിലാവും. നമ്മൾ മൂക്കൊക്കെ കുത്തി കഴിഞ്ഞ് ഇനി ആർക്കേലോട്ട് പോവാണ് ഡ്രസ്സ് എടുക്കാൻ. വീണ്ടും ആർക്കെ വെഡിങ് വാളിലോട്ട് വന്നു. മീനാക്ഷിക്ക് എടുത്ത് എനിക്കും എടുത്തായിരുന്നു. പക്ഷെ ഞാനത് മാറ്റുവാ. എനിക്ക് വേണ്ടെന്നല്ല, ഇവരാരും പറഞ്ഞത് വേണ്ടാന്ന്. അപ്പൊ ഞാൻ മീനാക്ഷി എടുത്ത പോലത്തെ പോയി എടുക്കാൻ പോവാ. സോ കല്യാണത്തിന് ഞങ്ങൾ രണ്ട് സെയിമാ. ഗൈസ്, ഞാൻ സാറിനെ കണ്ടുപിടി. നമ്മള് സാരി സെക്ഷനിൽ വന്ന് മെറ്റീരിയൽ എടുക്കാൻ വന്ന് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് ഇറങ്ങിയപ്പം എൻ്റെ പൊന്നെ ഒരാഴ്ച തുറന്നിട്ട് ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. എന്നാലും എന്തൊരു തിരക്കാണെന്നറിയാവോ ആ കടയിൽ. ഭയങ്കര തിരക്കാണ്. ബില്ലിങ് സെക്ഷനിലാണ് ഭയങ്കര തിരക്ക്. കുറേ നേരം നിൽക്കണം ബില്ലൊക്കെ അടിച്ച് കിട്ടാൻ. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ തുണി വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഇനി എങ്ങോട്ടാ അമ്മ പോകുന്നത്? ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് ഇനി നമ്മൾ കല്യാൺ സിൽക്സിലോട്ട് ഒരു കടയിലല്ല, കുറേ കടയിൽ കയറിയാലേ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടും. എനിക്കുള്ളത് കിട്ടി. ഇനി എനിക്ക് റിസപ്ഷൻ ഉള്ളത് വേണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കല്യാണിലോട്ട് പോകാൻ നേരത്ത് അമ്മ ഇവിടെ ഇറങ്ങി. കാരണം ശനിയാഴ്ചയായിരുന്നു, വാവായിരുന്നു. അപ്പം പപ്പയായിട്ട് അമ്മ വാവ് വിളിക്കാൻ തിരുമുല്ലാവരത്ത് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബിച്ചോണ്ണൻ, അമ്മി, ഞാൻ, അമ്മു, മീനാക്ഷിയൊക്കെ കൂടെ കല്യാൺ സിൽക്സിലോട്ട് പോയി. നമ്മൾ കല്യാൺ സിൽക്സിലോട്ട് വന്നു ഗൈസ്. ഇപ്പൊ എനിക്ക് കിട്ടിയ ഇരട്ടിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. വീഡിയോ എടുത്തോണ്ട് പോകാൻ നേരത്ത് ചെന്ന് തട്ടിക്കൊടുത്തൊരു അപ്പു മാമനെ വച്ചോണ്ടെന്തോ നിൽക്കുന്നത്. കല്യാണ ചെറുക്കൻ ഡാർക്ക് കളർ ഒഴിക്കാണ്. ഡാർക്ക് കളർ ഇട്ട് പാടഞ്ഞ കളർ കണക്കേ പറ്റത്തുള്ളൂ. എവിടെ ചെന്നാലും ശല്യ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ്. എന്തിനാ ഇങ്ങനെയാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എടുത്തോ. ഞങ്ങൾ സാരി സെക്ഷനിൽ ഇരിക്കുക, സാരി എടുക്കാൻ. നമ്മളെന്തിനാടാ വന്ന്? നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലേ. പിന്നെ രണ്ട് പെൺപിള്ളേരെ നോക്കുവോ? അല്ലല്ല, ഞാൻ ആ ബൊമ്മ എന്നെ കുറെ കഷ്ടം. പാവ ബൊമ്മയെ ഉള്ള കൂട്ട്. എന്റെ ദൈവമേ, വന്നടം തൊട്ട് മിണ്ടാതിരിക്കത്തേ ഇല്ല ഇവര്. കൊച്ചോള് ചേരുന്നു. നിങ്ങൾക്ക് എന്ത് ചേരാത്ത? അങ്ങനെ കല്യാൺ സിൽക്സിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. 9 എത്ര മണിയാണ് ഇന്ന് മേടിച്ച ഇരട്ടി മേടിച്ചു? 9 മണി 9:30 ആയെന്ന് തോന്നുന്നു. 9:30.
എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്ക് വിശക്കുന്നില്ലേ? ഞങ്ങൾ രാവിലെ കഞ്ഞി കുടിച്ച് മൂക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണി ഡ്രസ്സൊക്കെ വാങ്ങി ഇറങ്ങിയപ്പം വിശന്നപ്പം ഞങ്ങളെ കൊണ്ടുപോയി ബിച്ചോണ്ണൻ ഷാർജയും ഫ്രൂട്ട് സാലഡൊക്കെ മേടിച്ച് തന്ന്. ഫ്രൂട്ട് സാലഡ് കൊള്ളാൻ. ഷാർജയൊക്കെ കുടിച്ച് കൊച്ചുമോളും അച്ചോണ്ണനും അങ്ങ് പോയി. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് അമ്മയും ബിച്ചോണ്ണനും തിരിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെ ഞാനും മീനാക്ഷി ഞങ്ങളോട് വന്ന് ഞങ്ങൾ ഇത്രയും തിരിച്ച് വീട്ടിലോട്ട് പോയി. നടു റോട്ടിൽ കിടന്ന് പാതിരാത്രി കിടന്ന് ബഹളം വെക്കുന്നത് കണ്ടേ. മോളെ കൊടു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ചിന്നക്കട റൗണ്ടിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളവിടെ ചെന്ന്. ഞാനും പപ്പ അവിടെ വെയിറ്റ് ചെയ്ത്. അമ്മ പറഞ്ഞായിരുന്നു അവിടെ വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ പപ്പ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പയും ഞാനും പൊറോട്ട വാങ്ങി. അമ്മു ചപ്പാത്തി, അമ്മയും മീനാക്ഷിയ ദോശ. എന്നിട്ട് പപ്പ ഒരു ബീഫ് ഫ്രൈയും ഞങ്ങൾ ഇത്രയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു മേടിച്ചത്. പിന്നെ അതെല്ലാം വയറ് നിറച്ച് കഴിച്ച് പിന്നെ ബാക്കി വന്ന ചിക്കൻ ഫ്രൈ പാഴ്സലും ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോവാണ്. ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണാം. എന്നെ മാത്രമേ അങ്ങോട്ട് എന്നെ കൂടെ കഴിയുന്നത്. ഇന്നും ഞങ്ങളുടെ വീട്ടിലാ ശല്യം. ചുമ്മാ എൻ്റെ കൽബ അവള്. എനിക്കിഷ്ട. എൻ്റെ ചങ്ക അവള്. എന്റെ ചങ്കാവളല്ല. അതെനിക്കറിയാം.